ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജോവിൻ ആൻഡ് വെൽക്കം ടു ടർബോ ജോവിൻ. അപ്പോൾ നമ്മൾ പുതിയ ചാനലിൽ പുതിയ വണ്ടികളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വന്നു. നല്ല കുറേ യൂസ്ഡ് കാർ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പെഷ്യലാണ്. വണ്ടികളും സ്പെഷ്യലാണ്, കുറച്ച് പ്രീമിയം വണ്ടികളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, ഞാൻ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ഒരാളെയും കൂടി നമ്മൾ ഒന്ന് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആള്, രേഖ മാഡം. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പാർട്ട്ണറാണ്, പുതിയ ഷോറൂം. അതായത് ഒരു കാറ് കടയിൽ, ഒരു ഷോറൂമിൽ പുതിയ വണ്ടികളുടെ അല്ലേ, പുതിയ വണ്ടികളുടെ ഷോറൂമിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് തുടങ്ങി ലൈഫിൽ കരിയർ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തെന്ന് സ്വന്തമായിട്ട് ഷോറൂം ഇട്ട ഒരു വനിതയാണ്. അപ്പം നമ്മൾ എപ്പോഴും പറയും വിമൺ എംപവർമെന്റ്, നാരീശക്തി എന്നൊക്കെ പറയില്ലേ. അപ്പം അതിനുള്ള ഒരു ഉദാഹരണമാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ അതൊക്കെ പറയില്ലേ, അതുപോലെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവളാണ് നമ്മുടെ രേഖ മാഡം. അപ്പോൾ നമ്മളും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ലേഡീസൊക്കെ ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മളും സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ രേഖ മാഡം നമ്മുടെ ഷോറൂമിനെ കുറിച്ചും നമ്മുടെ വണ്ടികളെ കുറിച്ചും സ്ത്രീകൾ തന്നെ പറയട്ടെ അല്ലേ. അപ്പം നമ്മുടെ മാനേജിംഗ് പാർട്ണർ രേഖ മാഡം തന്നെ രണ്ട് വാക്ക് നമ്മുടെ ഇതിനെ കുറിച്ച്. എൻ്റെ പേര് രേഖ എന്നാണ്. ഞാനൊരു 26 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. യൂസ്ഡ് കാർ ഇപ്പോൾ സ്വന്തമായിട്ട് രേഖാസ് കാർ വേൾഡ് എന്നുള്ള പേരിൽ എൻ്റെ പാർട്ട്ണറായ ജോജു കാട്ടുകാരൻ, ആൾ ഇവിടെയല്ല, ഫ്രാൻസിലാണ്. ആളുടെ കൂടി സംരംഭത്തോട് കൂടിയിട്ട് ഞാനിങ്ങനെ ഒരു പുതിയ രേഖാസ് കാർ വേൾഡ് കൊണ്ട് യൂസ്ഡ് കാറിൻ്റെ പുതിയൊരു കാർ ഷോറൂം 2 മാസമായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇത്രകാലം മറ്റുള്ളവരുടെ കീഴിൽ വർക്ക് ചെയ്തു. ഇനി സ്വന്തമായിട്ട് അവനവൻ തനിയെ ഒരു ഷോറൂം തുടങ്ങുന്നത് എൻ്റെ വലിയൊരു മോഹമാണ്. അതിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. പ്രത്യേകിച്ച് നമ്മളിവിടെ ചെറിയ 30,000 രൂപ മുതൽ അങ്ങനെ കോടികളുടെ കാറുകൾ വരെ നിങ്ങൾക്ക് കസ്റ്റമർ. അതായത് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങണ കാറ്, അതായത് ബഡ്ജറ്റാണ്. ഇപ്പൊ നമ്മൾ ഷൂട്ടിങ്ങില്ലേ, നല്ല വെയിലാണ്. ഇപ്പൊ ഞാൻ തന്നെ ബുള്ളറ്റ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടാന്ന് വെച്ചിട്ട് കാറിൽ വരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം ചൂട്, വെയില്. ഇനിയിപ്പോ മഴക്കാലം തുടങ്ങിയാൽ പറയും വേണ്ടല്ലോ. പിന്നെ റോഡിന്റെ അവസ്ഥ അത് പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ. അപ്പൊ ഫാമിലി ആയിട്ട് പോകുമ്പോൾ സേഫ്റ്റി ആയാലും കംഫർട്ട് ആയാലും ഒരു കാറ് ഇന്ന് ആർക്കും ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സംഭവമാണ്. എന്നാൽ വലിയ വില കൊടുക്കേണ്ട വരെയാണ് പുതിയ വണ്ടി വാങ്ങുമ്പോൾ. അപ്പോൾ നമ്മളിവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. ഒരു സ്മാർട്ട് ഫോൺ വാങ്ങണ കാശുണ്ടെങ്കിൽ പറഞ്ഞില്ലേ, 30,000 രൂപ തൊട്ട് നിങ്ങൾക്ക് വണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇനി അതല്ല, പ്രീമിയം സെക്ടറിലേക്കൊക്കെ വേണമെങ്കിൽ അതിൻ്റെ പിന്നിലേക്ക് നോക്കിയാൽ ക്ലാസ് ബെൻസ്, ഓഡിയുടെ Q3, പിന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ Q5, അങ്ങനെ പ്രീമിയം വണ്ടികളും അത് ഏത് ലെവലിൽ തൊട്ട് ഏത് ലെവലിലേക്ക് വരെ നമുക്ക് വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഇനി വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഇന്ന് പ്രീമിയം വണ്ടീസാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് എപ്പിസോഡിൽ കുറച്ച് ബഡ്ജറ്റ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞില്ലേ 30,000 രൂപ തൊട്ടുള്ള വണ്ടികൾ അതും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കിനി വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. വെൽക്കം ടു ടർബോ ജോവിൻ. അപ്പം നമുക്കിനി ഡയറക്റ്റ് വണ്ടികളിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ബഡ്ജറ്റ് വണ്ടികളാണ്, കുറച്ച് റേറ്റുകളുള്ളത്. ഇപ്പുറത്ത് നമുക്ക് പ്രീമിയം വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രീമിയം വണ്ടികൾ ഞാൻ വിചാരിച്ചു അടുത്ത ഇതിൽ ചെയ്യാം. നമ്മൾ സാധാരണക്കാരുടെ വണ്ടികൾ ആദ്യം കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ഐശ്വര്യമായിട്ട് ഹോണ്ട ജാസ്, ഇത് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഹോണ്ട ജാസ് ആണ്. 2018 മോഡൽ കേട്ടോ. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ വണ്ടി നമ്മൾ ഡീറ്റെയിൽ പറയുമ്പോൾ നിങ്ങൾ വണ്ടിയൊക്കെ ഒന്ന് നോക്കുക. വണ്ടി നിങ്ങളുടെ ഇഷ്ടത്തിന് ഒക്കെ പറ്റിയ വണ്ടിയാണോ എന്നുള്ളത് നോക്കുക, ഡീറ്റെയിൽ നോക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ കണ്ടോ ഓട്ടോമാറ്റിക് സംഭവം, കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ ബാക്കി ഫുൾ ഡീറ്റെയിൽ നമ്മൾ പറയും. ഇത് നല്ല ബ്ലാക്ക് ഇൻറ്റീരിയർ, അതിലൊരു ബീച്ച് ഇൻസെർട്ടൊക്കെ കൊടുത്ത് നല്ല രസമായിട്ടുള്ള വണ്ടിയാണ്. 2018 മോഡൽ വരെ, 19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ വണ്ടി, ഓട്ടോമാറ്റിക് വണ്ടി. ആകെ ഓടിയിട്ടുള്ളത് 46,000 കിലോമീറ്ററാണ് ഈ വണ്ടി. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് പെട്രോൾ ഹോണ്ട ജാസ്. നോക്കി, നല്ല വൃത്തിയായിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടി. 2019 രജിസ്റ്റർ ചെയ്തിട്ടുള്ള വണ്ടി, 46,000 കിലോമീറ്റർ മാത്രം, സിംഗിൾ ഓണർ വണ്ടി. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 6,45,000 രൂപയാണ്. നോക്കി നിങ്ങൾ, സിമ്പിള് നിസ്സാര പൈസ, 6,45,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു ഹോണ്ട ജാസ് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടി ഇട്ടാണ്. ലേഡീസിനൊക്കെ നോക്കാം. ഇനി നിങ്ങൾ നോക്കിയാൽ നമ്മൾ സാധാരണ ഡോക്ടർമാരെ വണ്ടി എന്ന് പറയും. ഇതൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ വണ്ടി ഇരിക്കട്ടെ, ഒരു CA കാരൻ്റെ വണ്ടി. അതുകൊണ്ടാണ് തോന്നുന്നത് ഒരു ഗോൾഡൻ കളർ. ഇത് നമ്മുടെ സ്വിഫ്റ്റ് ഡിസയർ വണ്ടി. ഇതൊരു കിടിലൻ വണ്ടിയാണ്. സ്വിഫ്റ്റ് ഡിസയർ പെട്രോൾ, LXI വേരിയൻറ്റ്, മാനുവൽ ട്രാൻസ്മിഷൻ. പെട്രോൾ വണ്ടിയാണ്, മാനുവലാണ്. അപ്പോൾ അത്യാവശ്യം മൈലേജും കാര്യങ്ങളും കിട്ടും. നമ്മുടെ മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയർ ഉള്ളൊക്കെ നോക്കി ഒരു വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കളറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ ആയ കാരണം അത്യാവശ്യം മൈലേജും കിട്ടും. പിന്നെ ഉള്ളിൽ കണ്ട സ്ക്രീനൊക്കെ അഡീഷണൽ വേറെ ചെയ്തിട്ടുണ്ട്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ. ഇത് പറയുകയാണെങ്കിൽ 2012 മോഡൽ സിംഗിൾ ഓണർ, 2012 മോഡല് സിംഗിൾ ഓണർ വണ്ടി, 48,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് കേട്ടാലാണ് നിങ്ങൾ ഞെട്ടാ, 3 ലക്ഷം രൂപ.
3 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു സ്വിഫ്റ്റ് ഡിസയർ പെട്രോൾ വണ്ടി, സിംഗിൾ ഓണർ വണ്ടി, 48,000 രൂപ. CA വണ്ടി കേട്ടോ, സ്വിഫ്റ്റ് ഡിസയർ, അതും LXI വേരിയൻറ്റ്. അപ്പോൾ 3 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വണ്ടി കിട്ടാണ് കേട്ടോ, സെഡാൻ വണ്ടി. അപ്പോൾ നിങ്ങൾ അടിപൊളി വണ്ടിയാണ്, അത് നോക്കിക്കോ. ഇനി ഇപ്പുറത്ത് നമ്മുടെ ഷെവർലയുടെ ബീറ്റ് നിർത്തി പോയിട്ടാണെങ്കിലും ഇപ്പോഴും ഒരുപാട് പേരുടെ ഹരമായിട്ടുള്ള, ഇറങ്ങിയ സമയത്തൊക്കെ നെഞ്ചെടുപ്പായിരുന്നു നമ്മുടെ ബീറ്റ്. അപ്പോൾ ഇത് നമ്മുടെ ബീറ്റ്, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടി കേട്ടോ. ഡീസൽ വണ്ടി, നല്ല മൈലേജും നല്ല പവറൊക്കെ ഉള്ള വണ്ടി നമ്മുടെ ബീറ്റ്. ഇത് 2013 മോഡല് കണ്ട. ഇതിൻ്റെ ഡിസൈൻ മൊത്തം ഡിസൈൻ വെറൈറ്റിയാണ്. ഇപ്പോൾ അതിൻ്റെ മറ്റേ ഡിസ്പ്ലേ സിസ്റ്റം ആയാലും വണ്ടിയുടെ ഡിസൈൻ ആയാലും കണ്ട, ഡോറൊക്കെ തുറക്കണത് ആദ്യമൊക്കെ ഈ വണ്ടിയിലാണ് വന്നിരുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ ഒരു കുട്ടി വണ്ടി 2012 മോഡല് അല്ല 2013 മോഡല്, സിംഗിൾ ഓണർ, 83,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നറിയോ? 1,40,000 രൂപ. 1,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ബീറ്റ് ഡീസൽ കിട്ടാണ്. മനസ്സിലായ? എവിടെ കിട്ടും വേറെ? പിന്നെ വരുന്നത് നമ്മുടെ റെനോൾട്ടിൻ്റെ അത്യാവശ്യം നല്ല കളർഫുൾ വണ്ടി, ക്ലൈംബർ. മൊത്തം സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു വണ്ടി കേട്ടോ. കിഡ് ക്ലൈംബർ വേരിയൻറ്റ്, RXT ഓട്ടോമാറ്റിക്, പെട്രോൾ ഓട്ടോമാറ്റിക്. നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല സെക്സി ആയിട്ടുള്ളൊരു വണ്ടി. എൻ്റെ കളർ കോമ്പിനേഷൻ കണ്ട, ആ ഒരു ഇൻസേർട്ട്, 3 സ്ഥലത്തും വരുന്ന ഇൻസേർട്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട്, നല്ല രസമാണ്. അതേ ഒരു ഡിസൈൻ പാറ്റേൺ ഉള്ളിലും ഫോളോ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഇൻറ്റീരിയർ ആണെങ്കിലും ആ ഓറഞ്ച് ഇൻസേർട്ട് നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഇത് 2017 നവംബർ മോഡൽ വണ്ടി കേട്ടോ. 2018 എന്ന് പറയാൻ വേണമെങ്കിലേ 2017 നോക്കി നിങ്ങൾ. ഗിയറില്ലേ വണ്ടിക്ക്? എവിടെ ഗിയർ? അത് ഇവിടെയാണ്, ആ നോബാണ്. ഓട്ടോമാറ്റിക് വണ്ടി, റിവേഴ്സ് ഡ്രൈവ് ന്യൂട്രൽ, അതുള്ളൂ. ഗിയറില്ലേ വണ്ടിക്ക്. നല്ല രസമായിട്ടുണ്ട് വണ്ടി. അപ്പോൾ 2017 സിംഗിൾ ഓണർ, 99,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇതിൻ്റെ പ്രൈസാണ് വീണ്ടും നിങ്ങളെ ഞെട്ടിക്കുന്ന പ്രൈസ്, 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപയ്ക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് റെനോൾട്ടിൻ്റെ ക്ലൈംബർ വണ്ടി കേട്ടോ. അത് RST വേരിയൻറ്റ്, നല്ല അടിപൊളി വണ്ടി. നിങ്ങൾക്ക് ഇപ്പോൾ വൈഫിനൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ സ്ത്രീകൾക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വണ്ടി, ലുക്കുണ്ട്. RST വേരിയൻറ്റ്, നല്ല ഓട്ടോമാറ്റിക്കാണ്. പ്രൈസ് 3 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വണ്ടി കിട്ടാണ് ഓട്ടോമാറ്റിക്. ഇതൊക്കെ വിഷ് ഓഫർ കേട്ടോ, ഓഫർ പ്രൈസ്. പിന്നെ വരുന്നത് നമുക്ക് എല്ലാവർക്കും നല്ല ഡിമാൻഡുള്ള വണ്ടി, അതായത് 7 സീറ്റർ വേണം, എന്നാൽ ക്രിസ്റ്റീന്ന് വാങ്ങാനുള്ള ഒരു ഇതില്ലെങ്കിൽ പിന്നത്തെ നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് എർട്ടിഗയാണ്. അപ്പോൾ ദയവ് എടുക്കണു ഒരു എർട്ടിഗ, അതും 2020 മോഡൽ VXI പെട്രോള് ഹൈബ്രിഡ് വണ്ടി കേട്ടോ. നല്ല മൈലേജ്. ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ടുള്ളതാണ്, നല്ല കംഫർട്ടാണ് ഓടിക്കാൻ. നിങ്ങൾ ഇൻറ്റീരിയറൊക്കെ നോക്കിയേ, എനിക്ക് തോന്നുന്നു നല്ല ഒരു റിച്ച് വണ്ടിയുടെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കണ്ട. സ്മാർട്ട് ഹൈബ്രിഡ്, നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും. വെറും 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി, സെക്കൻഡ് ഓണർ. നല്ല ഡിമാൻഡുള്ളത് കേട്ടോ. യൂസ്ഡ് കാർ ഇതിൽ നല്ല ഡിമാൻഡുള്ള വണ്ടിയാണ് ഈ 7 സീറ്റർ എർട്ടിഗ എന്ന് പറയുന്നത്. എർട്ടിഗയും പിന്നെ അതിൻ്റെ മുകളിൽ വരുന്ന XL6 ഒക്കെ നല്ല ഡിമാൻഡുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് റോ ഭയങ്കര കംഫർട്ടാണ്. കംഫർട്ട് മാത്രമല്ല, ഇതിൻ്റെ വിൻഡോയിൽ നോക്കിയാൽ നമുക്ക് കാഴ്ചകളൊക്കെ വിശാലമായിട്ട് കാഴ്ച കണ്ടിരുന്നിട്ട് സുഖമായിട്ട് പോവാം. അതുപോലെ തന്നെ തേർഡ് റോയിൽ നല്ല കംഫർട്ടബിളാണ്, സ്പേസ് ഉണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല അത്യാവശ്യം വലിയവർക്കും പോവാം. പിന്നെ അത് മടക്കി വെച്ചാൽ നല്ല ലഗേജ് സ്പേസും കാര്യങ്ങളുണ്ട്. മുകളിൽ AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എർട്ടിഗ 2020 മോഡല്, സെക്കൻഡ് ഓണർ. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വീണ്ടും 9.5 ലക്ഷം രൂപ. 9.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് എർട്ടിഗ കിട്ടാണ്. 2020 മോഡല് VXI പെട്രോൾ ഹൈബ്രിഡ് ഇട്ടാ, മാനുവൽ ട്രാൻസ്മിഷൻ, നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും. 7 സീറ്റർ വണ്ടി, നല്ല ഗോൾഡൻ കളറ്, നല്ല രസമായിട്ടുള്ള വണ്ടി, നല്ല കണ്ടീഷനിലായിട്ടുള്ള വണ്ടി. ഇനി വരുന്നത് നമ്മുടെ മിത്സുബിഷിയുടെ CD ആണ്. ഇത് പഴയ രാജാവാട്ടോ, രാജാവ് സെഡാനിലെ പഴയ രാജാവാണ്. അപ്പോൾ പണ്ടത്തെ രാജാവിനെ ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കാം, കാരണം നിസ്സാര പൈസയ്ക്കാണ് നമ്മളിപ്പോൾ ഇത് കൊടുക്കണത്. ഇത് 2007 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇത് ഇൻറ്റീരിയറൊക്കെ നോക്കിയേ, അന്ന് ഈ ഇൻറ്റീരിയർ ഇപ്പോൾ ആലോചിക്കുക, ബെൻസിൻ്റെ ഒക്കെ ഒരു ഇൻറ്റീരിയർ പോലെ എന്താണല്ലേ. വണ്ടി മേടിച്ചിട്ട് നൈസായിട്ടൊന്ന് പണിതിറക്കേണ്ടല്ലോ, ഇവൻ പൊരിയായിരിക്കും എന്ന് പറഞ്ഞാൽ പൊരിയായിരിക്കും. ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2007 മോഡൽ ഇപ്പോൾ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. 2028 വരെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓടിക്കാം. പണ്ടത്തെ അധോലോക നായകൻ്റെ വണ്ടിയെന്ന് തോന്നുന്നു, ഉള്ളിൽ തോക്കൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഡിസൈനൊക്കെ നോക്കിയാൽ സ്പിന്നിലെ ആ സ്പോയിലർ കാര്യങ്ങളൊക്കെ. അപ്പോൾ മൊത്തത്തിൽ നൈസായിട്ടുള്ള കണ്ട തോക്കൊക്കെ ഇരിക്കണ കണ്ട. അപ്പോൾ നൈസായിട്ട് മിത്സുബിഷിയുടെ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വിൻറ്റേജ് വണ്ടിയാണിത്. സിംഗിൾ ഓണർ വണ്ടി, 2027 വരെ പേപ്പർ ഉള്ളത്, ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ളത്, നല്ല കണ്ടീഷനിലുള്ള മിത്സുബിഷിയുടെ സീരിയ. അതിൻ്റെ എല്ലാ വണ്ടി എന്ന് നോക്കിയാൽ ഇത് സീരിയ
കേട്ടോ. നല്ലൊരു വണ്ടി, നിസ്സാര പൈസയ്ക്ക് നിങ്ങൾക്ക് വണ്ടി വാങ്ങാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെങ്കിൽ സ്ക്രീനിലാണെന്ന നമ്പർ 8184000666 വിളിക്കുക. നമ്മൾ ഫുൾ സപ്പോർട്ട്, ഫുൾ എന്തൊക്കെ ഇൻഫർമേഷനാണ് വേണ്ടത് അതൊക്കെ നമ്മൾ തരും. ഫിനാൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇനി വരുന്നത് വോക്സ് വാഗൻ്റെ വെൻഡോ ആണ് വരുന്നത്. വോക്സ് വാഗൻ്റെ വെൻഡോ ഇത് ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടിയാണ് കേട്ടോ. ഡീസൽ വണ്ടി, നല്ല മൈലേജ് ഒക്കെ ഉള്ള ഒരു സെഡാൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോ, നല്ല വണ്ടിയാണ്. ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ വോക്സ് വാഗൻ വെൻഡോ 2012 മോഡൽ, 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വോക്സ് വാഗൻ 2012 മോഡൽ സിംഗിൾ ഓണർ വണ്ടി, വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടി. പിന്നെ ഇതിൻ്റെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപയാണ്. 2.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വോക്സ് വാഗൻ വെൻഡോ ഡീസൽ വണ്ടി, സെഡാൻ, ഒരു സെഡാൻ നോക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല ബെസ്റ്റ് ചോയ്സ് ആ. ഉള്ളിൽ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു വണ്ടിയാണ് വോക്സ് വാഗൻ. നല്ല രീതിയിൽ നമുക്ക് പവറും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു വണ്ടിയാണ്, എൻജോയ് ചെയ്ത് ഓടിക്കാം. നല്ലൊരു സെഡാൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വോക്സ് വാഗൻ വെൻഡോ ഡീസലാണ്, മാനുവൽ ട്രാൻസ്മിഷനാണ്, 2012 മോഡൽ, സിംഗിൾ ഓണർ, 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. എൻ്റെ ആസ്കിംഗ് പ്രൈസ് 2.5 ലക്ഷം രൂപയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഉള്ളതിൽ നമുക്ക് ഇത്തിരി ഏറ്റവും കുഞ്ഞൻ വില കുറവ് നമ്മുടെ ടാറ്റ നാനോ എങ്ങനെ മറക്കാൻ പറ്റില്ലേ. സ്കൂട്ടർ വാങ്ങാൻ വിചാരിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ കാറിലേക്ക് എത്തിച്ച നമ്മുടെ രത്തൻ ടാറ്റ കൊണ്ടുവന്ന ടാറ്റ നാനോ പെട്രോൾ വണ്ടി, LX വേരിയൻറ്റ്, 2014 മോഡല്, 3rd ഓണർ, 80,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. വളരെ ബഡ്ജറ്റിൽ 68,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നമ്മൾ ടാറ്റ നാനോ തരും. വെറും 68,000 രൂപയ്ക്ക്. നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഫോൺ വാങ്ങണ കാശൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വണ്ടി മേടിച്ചിട്ട് പോവാം. നമ്മുടെ ഇപ്പോഴത്തെ റോഡിലെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഒരു വണ്ടി, അപ്പോൾ ഇത്തിരി ബഡ്ജറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ടാറ്റ നാനോ. അപ്പോൾ നമ്മൾ ഈ വണ്ടികളൊക്കെ കണ്ടു, വെൻഡോ കണ്ടു, മിത്സുബിഷിയുടെ CDA കണ്ടു, എർട്ടിഗ ഉണ്ട്, അതുപോലെ കിഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിലാണ് നമ്പർ വിളിക്കുക. നമ്മളടുത്ത് ഇനിയിപ്പോൾ വിളിച്ച്, എൻ്റെ പേഴ്സണൽ നമ്പറാണ്. ഇനിയിപ്പോൾ ഞാൻ ബിസി ആണെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, വാട്സാപ്പ് നമ്പറാണ്. ഫുൾ കാര്യങ്ങൾ നമ്മൾ ചെയ്തുതരും. ലോണ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സപ്പോർട്ട് ചെയ്ത് തരും. എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ തീർത്തരും. പിന്നെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ പ്രീമിയം വണ്ടികളൊക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പ്രീമിയം വണ്ടികളുടെയും മറ്റ് യൂസ്ഡ് കാറുകളൊക്കെ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ബട്ടൺ അടിക്കുക. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.